ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഞാൻ ആ എക്സാമ്പിൾ ഒന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോട്ടിൽ എഴുതുമ്പോൾ ഇത് എഴുതുക കേട്ടോ. അപ്പോൾ ഡൊമൈൻ മാറുന്നതിനനുസരിച്ചിട്ട് അബ്സല്യൂട്ട് എക്സ്ട്രീമാസിൽ വരുന്ന ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ആണ് എങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകും തോറും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഈ ഗ്രാഫ് ഇങ്ങനെ റൈസ് ചെയ്ത് പോകും. അതുപോലെ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഈ ഗ്രാഫ് ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങോട്ട് റൈസ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ മാക്സിമം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ പറയുക ദ ഫംഗ്ഷൻ ഹാസ് നോ ആബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ആ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ നമ്മളവിടെ ആ മാക്സിമം ആയാലും ശരി മിനിമം ആയാലും ശരി ഏതാണോ ഇല്ലാത്തത് അത് ഇല്ല, നോ ആബ്സല്യൂട്ട് മാക്സിമം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആബ്സല്യൂട്ട് മിനിമം ചെക്ക് ചെയ്യുക. ആബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് വിട്ടിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് താഴുന്നില്ല. അതായത് അപ്പോൾ ഇതാണ് ഈ പോയിൻ്റാണ് മിനിമം വാല്യൂ. അതായത് ഈ പോയിൻ്റ് ഏതാ 0 ആണ്. അപ്പോൾ അവിടുത്തെ ആബ്സല്യൂട്ട് മിനിമം വരുന്നത്. ആബ്സല്യൂട്ട് മിനിമം ഈ 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. വാല്യൂ എത്രയാണെന്നുള്ളതും അത് ഏത് പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതും മെൻഷൻ ചെയ്യണം കേട്ടോ. ഈ പ്രോബ്ലം എഴുതുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഏതാണെന്നുള്ളതും അത് ഏത് പോയിന്റിലാണ് എന്നുള്ളതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് എക്സാമ്പിൾ, സെയിം എക്സാമ്പിൾ തന്നെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിൻ്റെ ഡൊമൈനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഡൊമൈൻ ഇവിടെ നമ്മൾ എടുക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to എന്നാണ്. മൈനസ് ഇൻഫിനിറ്റിക്ക് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ആണ് ഡൊമൈനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിൽ വരുന്ന വ്യത്യാസം, നിങ്ങൾ ആ ഗ്രാഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to മാത്രം വരച്ചാൽ മതിയോ. അപ്പോൾ ഇത്ര ഭാഗം മാത്രം വരച്ചാൽ മതി അതിൻ്റെ. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവൽ ആയതുകൊണ്ട് 0യും 2 അതിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ 0യുടെ വാല്യൂ അതുപോലെ 2ൻ്റെ വാല്യൂ അതിൽ പ്രസൻ്റ് ആയതുകൊണ്ട് ആ രണ്ട് പോയിൻറ്റ്സ് ഞാൻ എന്താ അത് ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഡാർക്കൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ അത് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. 0യിലുള്ള വാല്യൂം അതുപോലെ 2യിലുള്ള വാല്യൂം ഗ്രാഫിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ഏറ്റവും റൈസ് ചെയ്ത് നിൽക്കുന്നത്, അതിൻ്റെ മാക്സിമം വാല്യൂ നിൽക്കുന്നത് 2യിലാണ്. 2യിൽ മാക്സിമം വാല്യൂ വരുന്നത് 4 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2ൽ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഇത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് 4 എന്ന് പറയുന്ന വാല്യൂവിലാണ്. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ട് അവിടെ. ആബ്സല്യൂട്ട് മാക്സിമം ഈക്വൽ ടു 4. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഈ പോയിന്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് 4 ആണ് അവിടെ. അത് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് ഏറ്റവും താഴ്ന്ന് നിൽക്കുന്നത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റ് ഗ്രാഫിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ ആബ്സല്യൂട്ട് മിനിമം ഉണ്ട്. ആബ്സല്യൂട്ട് മിനിമം 0 ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0ലാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തത കിട്ടും. അടുത്ത എക്സാമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെ, പക്ഷേ ഡൊമൈനിലൊരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ 0 ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ 2 ആണ്. ഓപ്പൺ അറ്റ് 0 ക്ലോസ്ഡ് അറ്റ് 2 ആയിട്ടുള്ള ഇൻ്റർവെലാണ്, ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. ഷേപ്പൊക്കെ അങ്ങനെ തന്നെ. 2 എന്ന് പറയുന്നത് 2യിലുള്ള വാല്യൂ ഗ്രാഫിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം 2ൽ ക്ലോസ്ഡ് ആണ് ഇൻ്റർവെൽ. അപ്പോൾ 2 കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 2ൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഡാർക്കൻ ചെയ്ത് ഈ പോയിന്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കാണിക്കണം. രണ്ടറ്റങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ ഈ പോയിന്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കാണിക്കണം, ക്ലോസ്ഡ് അറ്റ് 2 ആയതുകൊണ്ട്. താഴെയാണെങ്കിൽ ഓപ്പൺ അറ്റ് 0 ആണ്. അപ്പോൾ 0യിലുള്ള y വാല്യൂ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 0യിലുള്ള വാല്യൂ ഗ്രാഫിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ആ വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കാണിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ഹോളാണ് ഇട്ടേക്കുന്നത്, അത് ഡാർക്കൻ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു 0 പോലെ ഒരു ഹോളാണ്, ഒരു ഹോൾ എന്ന് പറയും ഗ്രാഫിലെ ഒരു ഹോളാണ് ഞാനവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവിടെ ഒരു ഹോൾ ഇടാം. ആ ഹോൾ ഇടുന്നതിൻ്റെ പ്രത്യേകത ഇതാണ്, ആ പോയിന്റ് ഗ്രാഫിൽ ഇൻക്ലൂഡഡ് അല്ല. 0യിലുള്ള പോയിന്റ് ഗ്രാഫിൽ ഇൻക്ലൂഡഡ് അല്ല. 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ ഏതാണോ അത് മുതലാണ് ഗ്രാഫിൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ 1 ആണോ? അല്ല. പോയിന്റ് 1 ആണോ? അല്ല. പോയിന്റ് 001 ആണോ? അല്ല. അപ്പോൾ അതിന് മുമ്പുള്ള വാല്യൂ ആണ് പോയിന്റ് 0001 അല്ലേ. അതിന് മുമ്പുള്ള പോയിന്റാണ് പോയിന്റ് 0000001
അല്ലേ? അപ്പോൾ തൊട്ട് മുമ്പുള്ള വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഏത് പറയും? കുറേ 0 തൊട്ട് 1 ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ, മീൻസ് 0ക്ക് തൊട്ട് മുമ്പ് മീൻസ് 0 കഴിഞ്ഞിട്ട് തൊട്ടുള്ള വാല്യൂ. 0ക്ക് തൊട്ട് മുമ്പുള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സൈഡിലാണ് കേട്ടോ, റൈറ്റ് സൈഡിലാണ്. അതായത് 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാല്യൂ ഏതാണോ അതിൽ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാല്യൂ ഏതാണോ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വാല്യൂ ഏതാണോ അതിൽ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0ൽ ഫംഗ്ഷന് വാല്യൂ ഇല്ല, കാരണം 0 ഡൊമൈനിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 0ൽ ഒരു ഹോൾ ഇട്ടത്. ഹോൾ ഇത്തിരി വലുതായി പോയോണ്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോയി എന്ന് വിചാരിക്കേണ്ട, അതൊരു കാണാൻ പാകത്തിനൊരു ഹോൾ അവിടെ ഇട്ടതാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാല്യൂ ഏതാണോ, 0 കഴിഞ്ഞ് തൊട്ടടുത്ത വാല്യൂ ഏതാണോ അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യായി. അപ്പോൾ 0 കഴിഞ്ഞ് തൊട്ടടുത്ത വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കതൊരു കൺഫ്യൂഷനാണ് ഏത് പറയും എന്നുള്ളത് അല്ലേ. ഞാനീ പറഞ്ഞ പോലെ 0.1 ആണോ, 0.001 ആണോ, 0.0001 ആണോ, അത് മൊത്തത്തിൽ നമുക്കൊരു കൺഫ്യൂഷനാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ തൊട്ടടുത്ത വാല്യൂ ഏതാണ്, ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടടുത്ത വാല്യൂ ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, നേരത്തെ ഇൻഫിനിറ്റിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ കേസിലും നമുക്ക് ആ തൊട്ടടുത്ത വാല്യൂ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ആരാണെന്ന് പറയാൻ പറ്റില്ല. ഒരാളെടുക്കുമ്പോൾ അതിനും തൊട്ട് മുമ്പുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റും, ഒരാളെടുക്കുമ്പോൾ അതിനും തൊട്ടതിന് മുമ്പുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് 0 ഇട്ടിട്ടൊരു 1 ഇട്ട് കൊടുത്താൽ പോരെ, ആ പോയിൻ്റൊക്കെ അതിന് മുമ്പുള്ളത് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എവിടെ നിന്നാണ് 0 കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലോവർ പോയിൻ്റ് ഏതാണ്, അതുകൊണ്ട് തന്നെ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂറ്റ് ചെയ്യാനും അതേതാന്നുള്ളത് പോയിന്റ് ഏതാണെന്നറിയാതെ ഫംഗ്ഷൻ്റെ വാല്യൂറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു ഫംഗ്ഷൻ വാല്യൂ ഏതാണെന്നുള്ളതും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ വാല്യൂ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആബ്സല്യൂട്ട് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പോയിന്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് x = 2ൽ y = 4 എന്നുള്ള വാല്യൂ ആബ്സല്യൂട്ട് മാക്സിമം ആയിട്ട് വരും. പക്ഷേ ഇവിടുത്തെ മിനിമം ഫൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ന്ന് ഇവിടെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഏറ്റവും ലോവർ ആവുന്നത്. പക്ഷേ ആ പോയിന്റ് ഏതാണെന്നും ആ വാല്യൂ ഏതാണെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ആ കേസിൽ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ പറയുക, കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ പറ്റിയില്ല എങ്കിൽ നോ ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോ ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയേണ്ടി വരും. കാരണം ഒരെണ്ണം എടുത്താൽ അതിനേക്കാളും താഴെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, അതിനേക്കാളും താഴെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നോ ആബ്സല്യൂട്ട് മിനിമം എന്നാണ് ആ കേസിൽ നമ്മൾ പറയാം. അതുപോലെ അടുത്ത എക്സാമ്പിൾ y = x² ഡൊമൈൻ ഓപ്പൺ ഇൻ്റർവൽ 0 to 1 വിചാരിക്കും. അപ്പോൾ 0യും ഇൻക്ലൂഡഡ് അല്ല, 2ഉം ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ 0യിലൊരു ഹോള് വരും, അതുപോലെ തന്നെ 2ലും ഒരു ഹോള് വരും. ഓക്കെ, രണ്ടും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം വീണ്ടും തൊട്ടടുത്ത പോയിന്റ് ഏതാണെന്നുള്ളത് നോക്കേണ്ടി വരും. മാക്സിമം കണ്ടുപിടിക്കാൻ പോയാലും 2 ഇൻക്ലൂഡഡ് അല്ല, അപ്പോൾ 4 അല്ല മാക്സിമം. 4ന് തൊട്ട് താഴെയുള്ള നമ്പറാണ് മാക്സിമം എന്ന് മനസ്സിലാവും. അതായത് 2ൽ തൊട്ട് താഴെയുള്ളതിലാണ് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2ന് തൊട്ട് താഴെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഡൊമൈനിലെ ആ പോയിന്റ് 1.999999 വരാം, 1 പോയിന്റ് പിന്നെ കുറേ 9 വരാം, 1 പോയിന്റ് പിന്നെ അതിലും കുറേ 9 വരാം. ഇതിൽ ഏത് വാല്യൂ ആണ് 2ന് തൊട്ട് താഴെയുള്ള വാല്യൂ എന്ന് ചോദിച്ചാൽ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനാണ്, എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ഏതാണെന്നുള്ളത് ചോദിച്ചാലും അതറിയാതെ, ഡൊമൈനിലെ പോയിന്റ് അറിയാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ വാല്യൂവിനെ കുറിച്ച് പറയാം, അത് ഏത് പോയിന്റ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇവിടെ മാക്സിമം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, മിനിമം കൃത്യമായിട്ട് ഇന്ന നമ്പറാണ് ഇന്ന വാല്യൂ ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ നമ്മൾ എന്താ പറയുക, അവിടെ ആബ്സല്യൂട്ട് മാക്സിമോ ഇല്ല, ആബ്സല്യൂട്ട് മിനിമോ ഇല്ല. നോ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് നോ ആബ്സല്യൂട്ട് മിനിമം. അപ്പോൾ ഈ 4 എക്സാമ്പിൾ പഠിച്ചതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കേസുകളിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് പഠിക്കുക, ഇതിൻ്റെ ബേസിലാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലം ഇനി ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അതിൽ കറക്ഷൻ കണ്ടപ്പോൾ സെപ്പറേറ്റ് എടുത്ത് ചെയ്ത് തന്ന് കാണിച്ചത്. നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.
ഓക്കെ, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് ഫങ്ഷൻസ്. റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. അതാണ് നമുക്ക് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ളതും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതും ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം എന്നുള്ള വേർഡ്സ് ആണ്. റിലേറ്റീവ് എക്സ്ട്രീമ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം? ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രാഫ്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിലെ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റി മാത്രം സെലക്ട് ചെയ്തിട്ട് മുഴുവൻ ഗ്രാഫും കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ റീജിയനിലെ മാക്സിമം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ റീജിയനിലെ മിനിമം, ആ ലൊക്കാലിറ്റിയിലെ മാക്സിമം അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ മിനിമം. നമ്മുടെ ലൊക്കാലിറ്റി പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു കുറച്ച് സ്ഥലം മാത്രം ഈ ഗ്രാഫിൻ്റെ ഈ ഡൊമൈനിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സ്ഥലങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഇവിടെ മുതൽ എ മുതൽ ഇ വരെയുള്ള സ്ഥലം എടുത്തു, എ മുതൽ ഇ വരെയുള്ള ലൊക്കാലിറ്റി സെലക്ട് ചെയ്തു. അതിൽ പോയിന്റ് സിയിലാണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ പീസിൽ സിയിലാണ് ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത്, അല്ലേ? ആ ഒരു ലൊക്കാലിറ്റിയിൽ സിയിലാണ് മാക്സിമം വാല്യൂ വരുന്നത്. അതിനെയാണ് നമ്മൾ ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഇതിവിടെ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഡിയിലാണ്. ഡിയിലൊരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എൻഡ് പോയിന്റ് നോക്കിയേ, ഈ എൻഡ് പോയിന്റിലൊക്കെ നോക്കിയേ, അവിടെ ഒരു ലോക്കൽ മിനിമം, ഈ ഒരു ലൊക്കാലിറ്റി എടുക്കുക, എ മുതൽ സി വരെയുള്ള പ്ലേസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പീസിന്മേൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു എൻഡ് പോയിന്റ് നോക്കിയേ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൊക്കാലിറ്റിയിലെ ഏറ്റവും ചെറിയ വാല്യൂ ഇയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻഡ് പോയിന്റ്സിലും അതുപോലെ ഇൻ ബിറ്റ്വീനുള്ള പോയിന്റ്സിലും ഒക്കെ ഈ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ മാത്രം മാക്സിമമോ മിനിമമോ ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഫംഗ്ഷൻ്റെ മാക്സിമം മൊത്തം ഫംഗ്ഷൻ്റെ മിനിമം ആണ്. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിലെ മാക്സിമത്തിനും മിനിമത്തിനും ഈ ആബ്സല്യൂട്ട് മിനിമം ആബ്സല്യൂട്ട് മാക്സിമമായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമല്ലോ. എന്താ അത്? ലോക്കൽ മാക്സിമത്തിലെ ഏറ്റവും മാക്സിമമാണ് ആബ്സല്യൂട്ട് മാക്സിമം. മൊത്തം ഫംഗ്ഷനിലെ മാക്സിമം അല്ല ആബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ലോക്കൽ മാക്സിമംസ് അതിൽ പല പല ലൊക്കാലിറ്റീസിലെ മാക്സിമംസ് ആണ്. അത് ഏകദേശം മാക്സിമം ആയിട്ട് വരുന്ന ആ ഭാഗങ്ങൾ. ഇപ്പോൾ ഇതിലാണെങ്കിൽ ഇവിടെയാണ് ആ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ മാക്സിമം എന്ന് പറയുമ്പോൾ അത് ഈ പോയിന്റാണ്. അതിലെ മാക്സിമം, ലോക്കൽ മാക്സിമത്തിലെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ മാക്സിമം ഓഫ് ലോക്കൽ മാക്സിമം ആണ് ആബ്സല്യൂട്ട് മാക്സിമം. അതുപോലെ ലോക്കൽ മിനിമംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ എൻഡ് പോയിന്റിൽ, ഈ പോയിന്റിൽ, പിന്നെ ഈ പോയിന്റിലൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്, അല്ലേ? ലോക്കൽ മിനിമത്തിലെ മിനിമം ഓഫ് ലോക്കൽ മിനിമം, അത് ഏറ്റവും മിനിമം ആയിരിക്കും. ഏറ്റവും മിനിമം ഫംഗ്ഷൻ്റെ മൊത്തത്തിലുള്ള ഏറ്റവും മിനിമം ആയിരിക്കും. അതാണ് അപ്പോൾ എന്ത്? ആബ്സല്യൂട്ട് മിനിമം. ലോക്കൽ മിനിമംസിലെ മിനിമമാണ് ആബ്സല്യൂട്ട് മിനിമം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആബ്സല്യൂട്ട് മാക്സിമം, എന്താണ് ലോക്കൽ മാക്സിമം, എന്താണ് ആബ്സല്യൂട്ട് മിനിമം, എന്താണ് ലോക്കൽ മിനിമം, അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ഡെഫിനേഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം. A function f has a relative maximum അല്ലെങ്കിൽ local maximum value at an interior point C of its domain if f of x less than or equal to f of c for all x in some open interval containing c. In some open interval containing c എന്ന് വെച്ചാൽ സിയുടെ നെയ്ബർഹുഡിൽ എന്ന് പറഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിൽ. ഓക്കെ, for all x in some open interval. മൊത്തത്തിൽ ഡൊമൈനിൽ വേണമെന്നില്ല, ഡൊമൈനിൽ വെച്ച് ഏറ്റവും ചെറുതായിരിക്കണം എന്നില്ല, ഏറ്റവും വലുതായിരിക്കണം എന്നില്ല. ആ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ ആയിരുന്നാൽ മതി. എന്ന് വെച്ചാൽ ആ ലൊക്കാലിറ്റിയിലെ ഏറ്റവും മാക്സിമം ആയിരുന്നാൽ മതി. ഓക്കെ, മറ്റേതാണെങ്കിൽ ഇവിടെ ഡൊമൈൻ എഴുതിയേനെ ആബ്സല്യൂട്ട് ആണെങ്കിൽ. ക്ലിയർ ആണോ? A function f has a relative minimum അല്ലെങ്കിൽ local minimum value at an interior point C if its domain if
എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് സി. അതായത് ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ മിനിമം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ മിനിമം ആയിരിക്കണം. മറ്റേതായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ ഡൊമൈനിലെ പോയിന്റ്സിലും എന്ന് എഴുതിയേനെ. ആ സിയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൈബർഹുഡ് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കാലിറ്റി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അതുപോലെ ഈ ഗ്രാഫ് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാണ് ആ റിലേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗ്രാഫാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ.